എപ്പോഴും കമൻറ്റിൽ കാണുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ബദാം ഇത്ര തിന്നായിട്ട് അരിയുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കഴിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നല്ല മൂർച്ചയുള്ള ഒരു കത്തി മതി. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ടാണ് ഇത് അരിയുന്നത്. കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്ന നട്ട്സ് കട്ടറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണോ എന്ന്. അത് വെച്ചിട്ടല്ല കേട്ടോ, കത്തി വെച്ചിട്ട് തന്നെയാണ് അരിയുന്നത്. കുറച്ച് കൂടുതൽ ടൈം എടുക്കും ഇത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നല്ല ടൈം എടുത്തിട്ടാണ് ഇതുപോലെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഈ മിൽക്കി നട്ട്സ്, നട്ടി ബബിള്, ഹണി ആൽമണ്ട് ഈ ഒരു കേക്കുകൾക്കൊക്കെ നമ്മുടെ ഈ ബദാം ഈ ഒരു രീതിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഇടുമ്പം നല്ല റൗണ്ടിലായിരിക്കും അരിഞ്ഞിടുന്നത്, പക്ഷേ പുറത്ത് ഇതുപോലെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിടാറ്. അപ്പോൾ കേക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ദേവികയായിരുന്നു. 1 kg മിൽക്കി നട്ട്സ് കേക്കായിരുന്നു കേട്ടോ. 950 കേക്കിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ബദാം കട്ട് ചെയ്യുന്നതിൻ്റെ സീക്രട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.